പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥത്തെ നാം പലപ്പോഴും ഒരു പുസ്തകമായി മാത്രമാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് കേവലം ഒരു നിയമസംഹിതയല്ല, മറിച്ച് സ്വർഗസ്ഥനായ പിതാവായ ദൈവം, നമ്മളുടെ അപ്പൻ, മക്കളായ നമുക്കെഴുതിയ ലവ് ലെറ്ററാണ്, സ്നേഹലേഖനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന അമൂല്യമായ സന്ദേശങ്ങളാണിതിൽ നിറയെ. പഴയ നിയമകാലത്ത് ഈജിപ്തിലെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ വിടുവിക്കും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം അവിടുത്തെ കരുതലിൻ്റെ അടയാളമായിരുന്നു. സങ്കീർത്തനങ്ങളിൽ നാം കാണുന്നത് ഭയത്തിലും വേദനയിലും മനുഷ്യൻ നടത്തുന്ന ആത്മസംഭാഷണങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആശ്വാസവാക്കുകളാണ്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ വഴിതെറ്റിപ്പോയ മക്കളെ തിരികെ വിളിക്കുന്ന ഒരു പിതാവിൻ്റെ ഹൃദയവേദന നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ ആ സ്നേഹലേഖനം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നു. എന്തെന്നാൽ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന വചനം ഈ സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും മരണവും ഉയർപ്പും ഈ സ്നേഹലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. അവിടുത്തെ ഓരോ അത്ഭുതങ്ങളും രോഗശാന്തിയും നമ്മോടുള്ള അനുകമ്പയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ പ്രവൃത്തികളായിരുന്നു. അവിടുന്ന് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുമ്പോൾ അവിടുന്ന് നമ്മെ കരുണയോടെ സ്വീകരിക്കുന്നു. ഈ ലവ് ലെറ്ററിൽ ദൈവത്തിന് നമ്മോട് ഉള്ള ഈ സ്നേഹത്തിൻ്റെ കത്തിൽ, സ്നേഹലേഖനത്തിൽ നമുക്ക് മുന്നറിയിപ്പുകളും തിരുത്തലുകളും നൽകുന്നത് നമ്മൾ നശിച്ചു പോകാതിരിക്കാനാണ്. നാം തളരുമ്പോൾ നമ്മെ താങ്ങുന്നതും സന്തോഷത്തിൽ നമ്മോടൊപ്പം ചേരുന്നതും ഈ സ്നേഹലേഖനമാണ്, ഈ ദൈവത്തിൻ്റെ നമ്മോടുള്ള ലവ് ലെറ്ററാണ്. അതിനാൽ ഇത് ദിവസവും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ദൈവപിതാവിൻ്റെ ഹൃദയത്തോടടുക്കാൻ നമ്മെ സഹായിക്കും. ഇത് നമുക്ക് നിത്യജീവനും പ്രത്യാശയും വെളിച്ചവും നൽകുന്ന ജീവനുള്ള വചനമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ലവ് ലെറ്റർ, ഈ സ്നേഹലേഖനം തുറക്കാം. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹം അനുഭവിച്ചറിയാം ഓരോ നിമിഷവും. ആമേൻ.